ചെറിയമ്മേ, ഞാൻ ഈ കല്യാണം കഴിച്ചത് വലിയൊരു തെറ്റായിപ്പോയി. എന്റെ അമ്മായിയമ്മ ഒട്ടും നല്ലതല്ല. മോളെ, നീ അവരോട് സംസാരിക്ക്. നിനക്ക് പുറത്ത് ജോലിക്ക് പോണം, നിനക്ക് കൊച്ചിനെ നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വീട്ടുജോലിയും നോക്കുന്നത് ബുദ്ധിമുട്ടാന്ന് പറയ്. അവരോടൊന്ന് സഹായിക്കാൻ പറ. എന്റെ വാക്ക് അവര് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അമ്മായിയമ്മ ഒരിക്കലും അമ്മയാവില്ല. മരുമകൾ എത്ര ഇനി നല്ലതാണെങ്കിലും എന്റെ അറിവിൽ ഇതുവരെ അമ്മായിയമ്മമാര് നല്ലതാണെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെ അമ്മായിയമ്മമാരും ഇങ്ങനെ തന്നെയാ. അവരാരും അമ്മായിയമ്മ നല്ലതാന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവള് പറയുന്നത് ശരിയാണ് സുമൻ. നമുക്ക് രണ്ടുപേർക്കും ആമക്കളില്ല. നമുക്ക് രണ്ടുപേർക്കുള്ളത് പെൺകുട്ടികളാ. ഇവളുടെ അമ്മായിമ്മയ്ക്ക് പെൺകുട്ടിയില്ലാത്തോണ്ടാണ് അവർക്ക് ആ വിഷമം മനസ്സിലാവാത്തത്. പെൺകുട്ടികളെ വളർത്തി മറ്റൊരു വീട്ടിലേക്ക് കെട്ടിച്ചു കൊടുത്താലേ ഈ വിഷമം മനസ്സിലാവൂ. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരുടെ വലിയമ്മ കിരണും അവരുടെ മകൾ ജോഗിയും അവരുടെ വിഷമം പറഞ്ഞിരുന്നു. ഓഫീസിന്ന് തിരിച്ചു വന്ന് ബാത്റൂമിൽ ഫ്രഷായ മനുഷ്യ ഇതെല്ലാം കേട്ടു. കുറച്ചു സമയം കഴിഞ്ഞ് മനുഷ്യ ഫ്രഷായി പുറത്തു വന്നു. കല്യാണത്തിന് മുന്നേ തന്നെ ആ കുടുംബക്കാരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കല്യാണം കഴിഞ്ഞ എല്ലാവരും സ്വഭാവം മാറും. പിന്നെ നമ്മുടെ മക്കൾക്ക് അവിടെ സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ജോയിയുടെ ജീവിതം നീ കണ്ടില്ലേ? ശരിയാ ചെറിയമ്മേ. മനീഷ ഇനി എങ്ങോട്ടാണോ കല്യാണം കഴിച്ചു വിടുന്നത് അവിടെ അമ്മായിയമ്മ നല്ലതാണോന്ന് ആദ്യം അന്വേഷിക്കണം. അമ്മായിയമ്മ ദുഷ്ടയാണെങ്കിൽ മനീഷ എന്നെപ്പോലെ അനുഭവിക്കേണ്ടി വരും. എന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ ജോലി കളഞ്ഞിട്ട് പിള്ളേരെ നോക്കിക്കൊണ്ട് വീട്ടിലിരിക്കാനാ. എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ കുട്ടികളെ നോക്കാൻ വേണ്ടി ജോലി കളഞ്ഞ് വീട്ടിലിരിക്കേണ്ടി വരുമെന്ന്. പക്ഷെ ജോഗി, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജോലിയില്ലാതെ നിനക്ക് വീട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആണായാലും പെണ്ണായാലും അഭിമാനത്തോടെ ജീവിക്കണമെങ്കിൽ അവർക്ക് ജോലി വേണം. നീ നിന്റെ വീട്ടിലൊന്ന് സംസാരിക്ക. നീ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാ അവർക്ക് ചിലപ്പോ മനസ്സിലാവും. നീ നിന്റെ കുട്ടിയെ ജോലിക്ക് പോകുന്ന സമയം വീട്ടുകാരോട് നോക്കാൻ പറ. അവര് തിരിഞ്ഞു നോക്കുകയില്ല. പറയുന്നത് ജന്മം നൽകിയവരെ തന്നെ നോക്കിക്കോളാനാ. ജൂഹിയുടെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ ഓരോ തവണയും അവളുടെ ഭർത്തൃവീട്ടുകാരുടെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. മനീഷയുടെ വീടിന്റെ അന്തരീക്ഷം അന്ന് മുഴുവൻ നെഗറ്റീവായി. അത് കാരണം മനീഷ കല്യാണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കാൻ തുടങ്ങി. ജൂഹിയുടെ വാക്കുകൾ കേട്ട് മനീഷ കൂടുതൽ വിഷമിക്കാൻ തുടങ്ങി. അവൾ അവളുടെ റൂമിൽ പോയി തനിച്ച് മിണ്ടാതിരുന്നു. അവളുടെ കണ്ണിൽ ഭയമുണ്ടായിരുന്നു. എന്തെന്നറിയാത്തൊരു പരിഭ്രാന്തി. കല്യാണം കഴിഞ്ഞു പോകുന്ന എല്ലാ വീടും ഒരുപോലെ ആയിരിക്കോ? എല്ലാ അമ്മായിമ്മയും മരുമക്കളും ശത്രുക്കളാവോ? മനീഷയുടെ വല്യമ്മയും ജൂഹിയും തിരിച്ചുപോയ ശേഷം മനീഷയുടെ അമ്മ സുമൻ മുറിയിലേക്ക് വന്നു. എന്തു പറ്റി മനീഷ? നീ എന്താ റൂമിൽ വന്നിങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നത്? അമ്മേ, ജൂഹി പറഞ്ഞത് കേട്ടത് തൊട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ജൂഹി പറഞ്ഞത് നീ കാര്യാക്കളെ മോളെ. എല്ലാ വീട്ടുകാരും ഒരുപോലെയല്ല. പക്ഷെ അമ്മേ, ജൂഹിയുടെ ജീവിതം കണ്ടില്ലേ? വീട്ടിലെ ജോലിയും ചെയ്യണം, പുറത്ത് ജോലിക്കും പോകണം, പിന്നെ കൊച്ചിനെയും നോക്കണം. അവളുടെ വീട്ടുകാരാണെങ്കിൽ അവളെ ഒട്ടും സഹായിക്കുന്നില്ല. കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവോ? മോളെ, പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഓരോ വീട്ടിലും ഓരോ പ്രശ്നങ്ങളാണ്. ജൂഹി ഇത്രയും കഷ്ടപ്പെടാനുള്ള കാരണം അവളുടെ ഭർത്താവ് അവളുടെ ഒപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കാത്തതുകൊണ്ടാണ്. ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്ക് വേണം. അങ്ങനെയില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അമ്മേ, ഇനി ചിലപ്പോ കല്യാണം കഴിച്ചു പോകുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിലോ? വിവാഹത്തിന് മുന്നേ തന്നെ ആ കുടുംബക്കാരെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാം. ഒരു പെൺകുട്ടിയും അവരുടെ അമ്മായിമ്മയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടരുത്. അതുകൊണ്ട് ചെറുക്കൻ നല്ലതാണെന്നോ മാത്രം നോക്കിയാ പോരാ, അവരെ കുടുംബം നല്ലതാണോ നോക്കണം. എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കും. നീ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടണ്ട. മനീഷ ഒരു ദീർഘശ്വാസം എടുത്തു. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു കല്യാണം എന്നത് രണ്ടുപേർക്കിടയിലല്ല, രണ്ട് കുടുംബങ്ങളുടെ ഇടയിലുണ്ടാവുന്ന ബന്ധമാണെന്ന്. കുറച്ചു ദിവസം കഴിഞ്ഞ് മനീഷയ്ക്കൊരു കല്യാണാലോചന വന്നു. എല്ലാ രീതിയിലും അന്വേഷണം നടത്തി. എന്നിട്ടും മനീഷയുടെ മനസ്സിൽ ആവശ്യമില്ലാത്തൊരു പേടിയുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ അവളുടെ ജീവിതം പഴയതുപോലെ ആവില്ലെന്ന്. മനീഷയുടെ കല്യാണം കഴിഞ്ഞു. എല്ലാം വളരെ നന്നായി മുന്നോട്ടു പോയി. മനീഷ അവളുടെ ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാം വളരെ നല്ല രീതിയിൽ നടന്നുപോയി. മനീഷ അവളുടെ വീട്ടിലേക്ക് വന്ന ദിവസം അതറിഞ്ഞ് വലിയമ്മയും ജൂഹി അങ്ങോട്ടേക്ക് വന്നു. നോക്ക്, എന്റെ അമ്മായിയമ്മ കാരണം എനിക്ക് ജോലി കളയേണ്ടി വന്നു. ഞാൻ നിനക്ക് എഴുതിത്തരാം. കുട്ടികളുണ്ടായി കഴിഞ്ഞാ നിന്റെ അമ്മായിയമ്മ തനി രൂപം കാണിക്കും. ഇല്ല ജൂഹി, എന്റെ അമ്മായിയമ്മ നല്ല സ്ത്രീയാണ്. നീ വിചാരിക്കുന്ന പോലെയല്ല. എന്നെ എല്ലാ രീതിയിലും അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. മനീഷയെ കല്യാണം കഴിച്ച ഉടനെ എല്ലാ വീട്ടുകാരും നല്ലതായിരിക്കും. നിനക്കൊരു കൊച്ചുണ്ടാവട്ടെ, അപ്പോഴായിരിക്കും അവരുടെ സ്വഭാവം നീ കാണുന്നത്. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം മനീഷ ഗർഭിണിയായി. അതെ കല്യാണി, ഞാൻ ശുദ്ധമായ പശുവിൻ നെയ്യ് കൊണ്ടുവന്നിട്ടുണ്ട്. മരുമകൾക്ക് കഴിക്കാനായിട്ട് ഇത് മാത്രം കൊടുത്താ മതി. അപ്പം മോളും വരാൻ പോകുന്ന കുഞ്ഞും നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. നോക്ക്, മുത്തശ്ശൻ ഇപ്പോഴേ മരുമകളുടെയും പേരക്കുട്ടിയുടെയും കാര്യത്തിൽ എത്ര ചിന്തയാ. അല്ലെങ്കിൽ കൊച്ചുമക്കൾ വരുന്ന സന്തോഷം ഏറ്റവും കൂടുതൽ മുത്തശ്ശനും മുത്തശ്ശിക്കുവാ ഉണ്ടാവുക. നോക്കി നിൽക്കാതെ ബാഗ് ഒന്ന് വാങ്ങിച്ചേ. ഒരുപാട് കളിപ്പാട്ടമുണ്ട്. മനീഷ, ഈ കളിപ്പാട്ടങ്ങളൊക്കെ എവിടെ വെക്കണ്ടേ? ഇത്രയും കളിപ്പാട്ടങ്ങളോ? എന്റെ ദൈവമേ, നിങ്ങളെന്താ കട മൊത്തം വാങ്ങിച്ചോണ്ട് വന്നോ? അവനൊരു അച്ഛനാവാൻ പോവല്ലേ, അപ്പൊ അതിന്റെ സന്തോഷം കാണാതിരിക്കോ?
വീട്ടിലെല്ലാരും വളരെ സന്തോഷത്തോടെ കുഞ്ഞതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. കുറച്ചു നാളുകൾക്ക് ശേഷം മനീഷ പ്രസവിച്ചു. അവളൊരു പെൺകുഞ്ഞിന്റെ അമ്മയായി. വീട്ടിലാകെ സന്തോഷം നിറഞ്ഞു. മനീഷ അങ്ങനെ ആദ്യമായി അവളുടെ കുഞ്ഞുമായി അവളുടെ വീട്ടിലേക്ക് പോയി. അവരെ കാണാനായി വല്യമ്മയും ജൂഹിയും അവിടേക്ക് വന്നു. മനീഷ, ഇനിയാണ് നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞല്ലോ, വീട്ടിലെ വേലക്കാരി പോയ ശേഷം പുതിയൊരാളെ ജോലിക്ക് കിട്ടുന്നില്ലെന്ന്. ഇനി നീ നോക്കിക്കോ. ഇനി നിന്റെ അമ്മായിയമ്മ കാര്യങ്ങളൊന്നും നോക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ല ജൂഹി, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. അവരൊരിക്കലും എന്നോട് അങ്ങനെ പെരുമാറില്ല. നിന്റെ വീട്ടുകാരെ പോലെയല്ല. എന്റെ വീട്ടുകാരെ എന്നോട് വളരെ സ്നേഹത്തോടാണ് പെരുമാറുന്നത്. ഞാൻ വളരെ സന്തോഷത്തിലാ കഴിയുന്നത്. അവരെന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും അവരെ സ്നേഹിക്കുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് മോളെ. കുറച്ചു നാളത്തേക്ക് മനീഷയും അവളുടെ അമ്മായിയമ്മയും ചേർന്നാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയത്. പിന്നെ അവൾ തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്തു. ജോലിക്ക് പോവാൻ തുടങ്ങിയ ശേഷമാണ് അതുവരെ കാണാത്ത അവളുടെ അമ്മായിയമ്മയുടെ മറ്റൊരു മുഖം അവള് കണ്ടത്. അത് കണ്ട് അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. ഈ ഹൽവ കഴിച്ചിട്ട് നോക്ക് എങ്ങനെയുണ്ടെന്ന്. നിന്റെ അമ്മായിയച്ഛൻ കൊണ്ടുവന്ന ശുദ്ധമായ നെയ് കൊണ്ടുണ്ടാക്കിയതാ. രാവിലെ മുതൽ ഒരു 10 തവണ പറഞ്ഞു കാണും മരുമോൾക്കിതൊന്നു കൊടുക്കാൻ. നല്ല രുചിയുണ്ട് അമ്മേ. അച്ഛനോട് നന്ദി പറയണം. പക്ഷെ അമ്മേ, ഞാൻ വരുന്നതിന് മുന്നേ തന്നെ അമ്മ എല്ലാം ഉണ്ടാക്കിയല്ലോ. അതെ, നീയും രാവിലെ മുതൽ ഓഫീസിൽ പോയി പണിയെടുത്ത് ക്ഷീണിച്ചു വന്നതല്ലേ. അല്ല, ഞാനിപ്പോ വൈകിട്ടത്തെ ആഹാരം ഉണ്ടാക്കിയാലോ, അതിനിപ്പോ എന്താ പ്രശ്നം? ഞാനും നിന്റെ അമ്മയെപ്പോലെ തന്നെയല്ലേ. ഒരമ്മ മകളുടെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കാൻ വരുന്നത്? ഞാൻ കുഞ്ഞിന് പാല് കൊടുത്ത് ഉറക്കിയിട്ടുണ്ട്. ഇനി അടുക്കളയിൽ പോയി ഒരുപാട് സമയം കളയണ്ട. വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഓഫീസിൽ പോകേണ്ടതല്ലേ. മനീഷ അവളുടെ അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചു. പ്രസവിച്ച സ്വന്തം അമ്മയോടെന്ന പോലെ അവൾ പറഞ്ഞു, ഐ ലവ് യു അമ്മേ. അമ്മ ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മായിമ്മയാ. മനീഷയ്ക്ക് അന്ന് മനസ്സിലായി അവൾ എത്ര ഭാഗ്യവതിയാണെന്ന്. അവളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്തൃവീട്ടുകാരെ ലഭിച്ചതിൽ. എല്ലാ പെൺകുട്ടികളും ഇതുതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. ഈ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കല്യാണം 2 വ്യക്തികൾക്കിടയിലല്ല, 2 കുടുംബങ്ങൾക്കിടയിലുള്ള ബന്ധമാണ്. എല്ലാവരും പരസ്പരം മനസ്സിലാക്കി പെരുമാറുന്നതിലൂടെ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കാൻ സാധിക്കൂ. ജൂഹിയുടെ ഭർത്തൃവീട്ടുകാർ അവളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ജൂഹിക്കും അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായേനെ. അതിലൂടെ അവളുടെ വിവാഹ ജീവിതവും വളരെ നന്നായി മുന്നോട്ടു പോയേനെ. അങ്ങനെയാവുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുകളും ഉണ്ടാവില്ല, വഴക്കുകളും ഉണ്ടാവില്ല. 2 ദിവസം കഴിയുമ്പോൾ സോണിയയുടെ കല്യാണമാണ്. അത് ആലോചിച്ച് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ചേച്ചി, എനിക്ക് ഭയങ്കര പേടിയാവുന്നു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ ഇതെല്ലാം നോക്കുന്നേ? ചേച്ചിയൊക്കെ എന്ത് എളുപ്പത്തിലാ ഇതെല്ലാം നോക്കുന്നേ? സോണിയ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. നീ ഭർത്താവിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോ എല്ലാം അങ്ങ് ശരിയാവുന്നേ. ഇതൊക്കെ ശരിയാകുന്നേ. ഞാനാണെങ്കിൽ എളുപ്പത്തിലാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നേ. കാരണം നിങ്ങളൊക്കെ നല്ലവരല്ലേ. നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലാകുന്നുണ്ട്. എല്ലാരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കറിയാവുന്നത് എന്താന്ന് വെച്ചാ, നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നല്ലവരാണ്. പിന്നെ നിന്റെ ആലോക്ജിയുടെ നേച്ചറും നല്ലതാണ്. നീയും അവരുടെയൊക്കെ മനസ്സിൽ നല്ലൊരിടം നേടുകയും ചെയ്യും. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എന്റെ തങ്കക്കുടമേ, എന്ത് പെട്ടെന്നാ നീ വലുതായേ. ഇന്നലെ നടന്ന പോലെ മുറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഓടി നടന്ന കൊച്ച. ചിലപ്പോ ഇവിടെ ഒളിച്ചിരിക്കും, ചിലപ്പോ അവിടെ ഒളിച്ചിരിക്കും. എന്റെ മോൾ ഇത്രയും വലുതായത് എനിക്ക് അറിയാൻ പോലും പറ്റിയില്ല. നാളെ എന്റെ മോള് ഭർത്താവിന്റെ വീട്ടിൽ പോവുകയാ. അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വന്നാ എനിക്കും കരയാൻ വരും. എന്റെ പൊന്നു മോളെ, ഇത് ആനന്ദ കണ്ണീരാ. ഞാൻ കരയുന്നില്ല. നോക്ക്, ഞാൻ കരയുന്നില്ല. എന്റെ പൊന്നനിയത്തി, ഒന്ന് പോയി ഉറങ്ങ. നീ ബന്ധുക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വന്ന് ഉറങ്ങിക്കോ. നാളെ രാവിലെ പൂജാരി വരും. നാളെ രാവിലത്തെ പൂജയൊക്കെ നടത്താനുള്ളതല്ലേ? അതെ സോണിയ, ചേട്ടത്തിയുടെ കൂടെ ഉറങ്ങിക്കോ. ശരി അമ്മ, ഞാൻ ചേട്ടത്തിയുടെ കൂടെ കിടന്നോളാം. അടുത്ത ദിവസം രാവിലെ സോണിയ അടിപൊളിയായി കല്യാണം നടത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. സോണിയ ഭർത്താവിന്റെ വീട്ടിലെ എല്ലാ ആൾക്കാരുടെ മനസ്സിൽ ഇടം നേടാൻ ഒരുപാട് ശ്രമിക്കും. പക്ഷെ സോണിയയുടെ അമ്മായിയമ്മയ്ക്കും അനിയത്തേക്കും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ അനിയത്തി വന്ന് വാതിൽ കൊട്ടാൻ തുടങ്ങും. സോണിയ ചേട്ടത്തി, പെട്ടെന്ന് എണീക്ക്, രാവിലെയായി, അമ്മ വിളിക്കുന്നു പൂജയ്ക്ക്. ഇപ്പൊ രാവിലെ 5 മണി ആയതല്ലേ ഉള്ളൂ, ഇത്രയും പെട്ടെന്നോ? ഞാൻ മേഘയോട് പറയാം. ഇല്ല വിട്ടേരെ ആലോക്, ഇഷ്ടപ്പെടില്ല. ഇപ്പൊ പറ്റില്ലാന്ന് പറഞ്ഞാ അത് വേണ്ട, ഞാൻ എണീറ്റോളാം. സോണിയ വാതിൽ തുറക്കും. മേഘ, ഞാൻ കുളിച്ചിട്ടൊക്കെ താഴത്തോട്ട് വരാട്ടോ. പെട്ടെന്നാവട്ടെ, അമ്മയ്ക്ക് വൈകി വരുന്നത് ഇഷ്ടമല്ല. സോണിയ കുളിച്ചൊക്കെ വൃത്തിയായി പെട്ടെന്ന് തന്നെ പൂജയ്ക്ക് പോയിരിക്കും. മോളെ, രാവിലെ 4 മണിക്ക് നീ എണീക്കണം. രാവിലെ 5 മണിക്ക് എനിക്ക് പൂജ നടത്തണം. നിന്റെ ആദ്യത്തെ ദിവസമല്ലേ ഇവിടെ, അതുകൊണ്ടാ മേഘയോട് പറഞ്ഞ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല മോളെ. ഇനി മുതൽ നീയും എന്റെ കൂടെ പൂജ ചെയ്യണം. അമ്മ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ചേട്ടത്തി വന്നില്ലേ അമ്മ?
മോള് പോയി കിടന്നോ, നിന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു. എന്റെ കുഞ്ഞ്, കോളേജിലും പോവണ്ടേ? ചെല്ല് പോയി നല്ലതായിട്ട് ഉറങ്ങ്. ഞാൻ 8 മണിക്ക് നിന്നെ എണീപ്പിക്കാം. സോണിയ അമ്മായിയുടെ കൂടെ പൂജ ചെയ്യും. അമ്മായിയമ്മ രാവിലെ സമൂസ ഉണ്ടാക്കാൻ അവളോട് പറയും. സോണിയ നന്നായി പാചകം ചെയ്യും. അവൾ അമ്മയുടെ അടുത്തുനിന്നും ചേട്ടത്തിയുടെ അടുത്തുനിന്നും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. മോളെ, സമൂസയില് ഭയങ്കര എരിവ് കൂടിപ്പോയി, എണ്ണയും കൂടിയിരിക്കണു. കർമുറാന്നിരിക്കുന്നില്ല. തീ കുറച്ചിട്ടാ മതി, കർമുറാന്ന് എടുക്കാൻ പറ്റും. എന്തേലും ആവട്ടെ, ഇനിയിപ്പോ പതുക്കെ ഇവിടുത്തെ എങ്ങനെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലായി തുടങ്ങുമല്ലോ. അമ്മ, ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ കോളേജിൽ പോവാണേ. ശരി മോളെ, കറക്റ്റ് സമയത്ത് വരണേ. അമ്മ, ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, ഞാൻ പോയിട്ട് വരുമ്പോ ലേറ്റ് ആയി പോവും. ശരി, ഞാൻ മറന്നുപോയി, നീ ഫോൺ ചെയ്തേക്കണം കേട്ടോ. മേഘ കോളേജിലേക്ക് പോകും. സോനിയ പാത്രമൊക്കെ അടുക്കളയിൽ വെച്ച് റൂമിലേക്ക് പോകും. സോണി, എനിക്ക് മനസ്സിലായി സമൂസ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന്. നീ അതുണ്ടാക്കി ആരെയും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയും മേഘയും പതുക്കെ നിന്നോട് അഡ്ജസ്റ്റ് ആയിക്കൊള്ളും. അവരുടെ സ്വഭാവം അറിയില്ലേ? അത് കുഴപ്പമില്ല അലോക്, ഞാനും പതുക്കെയല്ലേ എല്ലാവരുടെ സ്വഭാവം അറിഞ്ഞു വരുള്ളൂ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, പതുക്കെ ഞാൻ എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി എന്നെയും അവർക്ക് മനസ്സിലാകുമെന്ന്. പക്ഷെ സോണിയ എത്രയും പരിശ്രമിച്ചിട്ടും ആ പരിശ്രമം അവൾക്ക് വിജയിക്കാൻ പറ്റിയില്ല അവരുടെ മുമ്പിൽ. കല്യാണം കഴിഞ്ഞു 1 മാസം കഴിഞ്ഞു. അവൾ എപ്പോഴൊക്കെയോ ആലോകിന്റെ അടുത്ത് കറങ്ങുന്ന കാര്യം പറയും. അപ്പൊ അമ്മായിയമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ ഹണിമൂൺ തകർക്കും. സോനിയ അതൊന്നും വലിയ കാര്യമായിട്ടെടുത്തില്ല. എന്നിട്ടും അവൾ എല്ലാവരെയും ബഹുമാനിക്കുകയും നന്നായി നോക്കുകയും പൊന്നുപോലെ നോക്കുകയും ചെയ്തു. ഒരു മരുമകളിലെ എന്തൊക്കെ ഗുണങ്ങൾ വേണോ അതെല്ലാം സോണിയക്കുണ്ടായിരുന്നു. അവൾ നല്ല ഒരു മരുമകളാണെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരു ദിവസം സോണിയ അപ്പുറത്തുണ്ടായിരുന്ന ഒരു ചെറുക്കനുമായിട്ട് സംസാരിക്കുമായിരുന്നു. സംസാരിച്ച് ഇച്ചിരി സോണിയ ചിരിച്ചുപോയി. കോളേജിൽ നിന്നും വിട്ടുവന്ന മേഘ സോണിയ സംസാരിക്കുന്നതായിട്ട് കാണും. അപ്പൊ തന്നെ അവൾ ആ കാര്യം അമ്മോട് പോയി പറഞ്ഞു. അമ്മ, ഈ ചേട്ടത്തിക്ക് ഒരു നാണവും ഇല്ലെന്ന് തോന്നുന്നു. അയൽപക്കത്ത് താമസിക്കുന്ന രഘു ഇല്ലേ, അവനോട് ചിരിച്ചോണ്ടാണ് സംസാരിച്ചത്. അമ്മയ്ക്ക് അറിഞ്ഞൂടെ രഘുവിന്റെ സ്വഭാവമൊക്കെ? ഈ സൊസൈറ്റിയുടെ ഏറ്റവും വൃത്തികെട്ടവനാണത്. എന്താ, രഘുവിനോട് സംസാരിക്കുന്നോള്? ഞാൻ അവളോട് ചോദിക്കട്ടെ പോയി. സോണിയ അപ്പോഴത്തേക്കും മേഘ പറഞ്ഞ കാര്യമൊക്കെ കേട്ടിരുന്നു. സോണിയയുടെ ക്ഷമ അങ്ങ് അറ്റത്തിലെത്തി. എന്താ മരുമോളേത്, നമ്മുടെ കുടുംബത്തിന് ചേർന്ന പണിയൊന്നും അല്ലല്ലോ നീ ഇപ്പൊ ഈ ചെയ്യുന്നത്. അന്യപുരുഷന്റെ അടുത്ത് ചിരിച്ചും കളിച്ചാണോ സംസാരിക്കുന്നത്? സൊസൈറ്റിയിൽ എന്ത് നാണക്കേടാവൂന്നറിയാവോ? ഇത്തിരിയൊക്കെ മനസ്സിലാക്ക്. നീ വീട്ടിലെ പുതിയ മരുമകളാ. മതി അമ്മ, നിർത്തത്. എന്നെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അല്ല, അപ്പുറത്ത് താമസിക്കുന്ന രഘുവിനോട് ഇത്തിരി നേരം ഞാനൊന്ന് സംസാരിച്ചതിന് എന്തൊക്കെയാ പറയണേ? നിങ്ങൾക്കറിയാമോ ഈ രഘു ആരാണെന്ന്? എന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചതാ എന്റെ കൂടെ. എന്റെ കൂട്ടുകാരിയുടെ ബോയ്ഫ്രണ്ടാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയുടെ. പണ്ടത്തെ എന്തോ കാര്യം പറഞ്ഞാ ഞങ്ങൾ ചിരിച്ചത്. ഞാനെന്തിനാ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഞാൻ ഇവിടെ താമസിക്കുന്നില്ല ഇനി. ഞാൻ എന്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക. ആലോക് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. സോനിയ ദേഷ്യത്തിൽ അവളുടെ പേഴ്സ് എടുത്ത് നേരെ അവളുടെ വീട്ടിലോട്ട് വരും. അമ്മായിയമ്മയ്ക്കും മേഘയ്ക്കും ടെൻഷനായി. ആലോക് വരുമ്പോ എന്തു പറയുമെന്ന് ആലോചിച്ച്. ഒരു കാരണമില്ലാതെ സോണിയ ഇറങ്ങിപ്പോയതിന് അവരിനി എന്തു പറയുമെന്ന്. അപ്പുറത്ത് സോണിയ അമ്മയോടും ചേച്ചിയോടും എല്ലാ വിഷമങ്ങളും പറയും. ചേച്ചിയെ പോലെ ഞാൻ ആ വീട്ടിൽ പോയി ഒരു സ്ഥാനം പിടിക്കാൻ നോക്കി. പക്ഷെ അവിടെ അമ്മയും മേഘയും എന്നെ നല്ല രീതിയിൽ അപമാനിച്ചു. എന്റെ ചരിത്രത്തിനെ ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ വീട്ടിൽ താമസിക്കണമെന്ന്? ഇനി ഞാൻ തിരിച്ചു പോകണോ? സോണിയ, എന്റെ പൊന്നു മോളെ, കരയല്ലേ. ഞാൻ ആലോകിനോട് സംസാരിക്കാം. ഞാനും നിന്റെ ചേട്ടനും കൂടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോകാം. മോള് കറക്റ്റാ പറയുന്നത്. നമ്മള് നമ്മുടെ മോളെയല്ലേ കൊടുത്തത് എന്നും പറഞ്ഞ് അപമാനിക്കാൻ പാടുണ്ടോ മോളെ? ഞാൻ എന്റെ മോളെ നല്ല രീതിയിലല്ലേ വളർത്തിയേക്കുന്നേ, എന്നിട്ട് അവരെന്റെ മോളെ ഇതുപോലെ ആക്ഷേപിക്കുകയാണോ? സോണിയ, നീ ഇനി അവിടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയെല്ലാം സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാ മതി. അവിടെ ആലോകിനും അമ്മയോടും അനിയത്തിയോടും ദേഷ്യം തോന്നും. നിനക്കറിയാമല്ലോ മേഘ, രഘു സോണിയയുടെ ബാല്യകാല സുഹൃത്താണ്. എന്തൊക്കെ തന്നെയായാലും അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ എന്നേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്നു. എനിക്ക് സോണിയയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അറിയാം. നിങ്ങൾ ചെയ്തതൊട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേരും അവളോട് മാപ്പ് പറയണം. സോണി എന്റെ ഭാര്യയാണ്, ആ മര്യാദ കൊടുക്കണം. ഈ വീടിന്റെ മരുമകളാണ്. മേഘ, അവൾ നിന്റെ ഇടത്തിയാണ്. നീയല്ലേ അവൾക്ക് മര്യാദ കൊടുക്കേണ്ടത്. വിവാഹശേഷം നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ നിനക്കാ വീട്ടിൽ പിന്നെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ സോണിയുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കൂ. അവളും നിങ്ങളിൽ നിന്ന് സ്നേഹമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ നിങ്ങൾ രണ്ടുപേരും അവളോട് വേറൊരു രീതിയിലല്ലേ പെരുമാറുന്നത്. നീ ശരിയാ പറഞ്ഞത് മോനെ. അറിയാണ്ട് ഞങ്ങള് തെറ്റ് ചെയ്തു. സോറി ചേട്ടാ. ഞങ്ങൾ രണ്ടുപേരും ക്ഷമ ചോദിച്ചോളാം ചേച്ചിയോട്. വാ, നമുക്ക് പോയിട്ട് ചേച്ചിയെ വിളിച്ചോണ്ട് വരാം. മാപ്പ് ചോദിക്കാം നമുക്ക്.
മേഘയും അമ്മായിയമ്മയും കൂടെ അവളെ വിളിക്കാൻ പോകും. അവിടെ ചെന്ന് മാപ്പും ചോദിക്കും. എല്ലാരും പറഞ്ഞതുകൊണ്ട് സോണിയ ക്ഷമിക്കുകയും ചെയ്യും. സന്തോഷത്തോടെ തന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ പോകുകയും ചെയ്യും. Thanks for watching.